എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാവരും വർക്കിംഗ് ആണോ? ഇന്ന് സാറ്റർഡേസ് ചിലർക്കെങ്കിലും വർക്കിംഗ് ആണ് അല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് രണ്ടാമതൊരു വീഡിയോ, നാളെ വീഡിയോ ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പറ്റിയാൽ ഇടും കേട്ടോ. എനിക്ക് വൈകിട്ട് സമയം കിട്ടിയാൽ തീർച്ചയായിട്ടും ചെറിയൊരു റീഡിംഗ് എങ്കിലും ഇടാം. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഞാൻ വിചാരിച്ചു കരിയർ റീഡിംഗ് ചെയ്തിട്ട് 1-2 ആഴ്ച കൂടുതലായി, ചിലർക്കെങ്കിലും പുതിയ ജോലിയൊക്കെ അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് ഒരു റീഡിങ് കേട്ടോ. അന്നത്തെ പോലെ തന്നെ ഞാൻ ഒരു 3 പൈൽ വെച്ചിട്ട് നമ്പേഴ്സ് പറയാം, 1 2 3. അത് വെച്ചിട്ട് ഞാൻ കുറച്ച് കാർഡ്സ് എടുത്തത് പ്രകാരം എന്താണോ വരുന്നത് അത് ഞാൻ പറയാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കരിയർ റീഡിംഗ് എപ്പോഴും മറ്റൊരാളെ കൊണ്ട് പേഴ്സണൽ റീഡിംഗ് ആയിട്ട് തന്നെ ചെയ്യിക്കുക, അതിനുശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഈ റീഡിങ്ങിൻ്റെ ബേസിസിൽ തീരുമാനം എടുക്കരുത്, കാരണം ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. തൽക്കാലം നിങ്ങൾക്ക് ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ 3 പൈൽ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു 5 കാർഡ്സ് വീതം ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷഫിൾ ചെയ്ത് ഞാൻ കണ്ണടച്ചെടുത്തതാണ്, ഞാൻ നോക്കിയിട്ടില്ല കാർഡ്സ് എന്താണെന്ന് കേട്ടോ. നിങ്ങൾക്ക് കാർഡ്സ് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല. ഒരു കാര്യം ചെയ്യൂ, 1 2 3 ഈ 3 നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരു നമ്പർ ഡിവൈൻ്റെ മനസ്സിൽ വളരെ നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ ക്വസ്റ്റ്യൻ മനസ്സിൽ വിചാരിച്ചിട്ട് ആ നമ്പേഴ്സ് ചൂസ് ചെയ്തോളൂ. അതിൻ്റെ റിപ്ലൈ എന്താണെന്നുള്ളത് കാർഡ്സിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കരിയർ റിലേറ്റഡ് ക്വസ്റ്റ്യൻ, ഓക്കെ, വേറെ ഒന്നുമല്ല, കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ട ഉത്തരം എന്താണ് എന്ന് മനസ്സിൽ ചോദിക്കുക, ഡിവൈനെ പ്രാർത്ഥിക്കുക. നമ്പർ 1 2 3 ഇത് 3-ൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. 2 മിനിറ്റ് സമയം തരാം. കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ ഞാൻ കാർഡ്സ് എടുക്കുന്നതാണ്. ഓക്കെ, നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് കാർഡ്സ്, ഓക്കെ, ഇതിൽ വേൾഡ് കാർഡ് ഉണ്ട്, ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് കാണിക്കാം. 10 ഓഫ് കപ്സ്, 8 ഓഫ് കപ്സ്, വേൾഡ്, കിക്ക് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് പേജ് ഓഫ് വാൻസ്. വളരെ നല്ല കാര്യം. നിങ്ങൾക്ക് എബ്രോഡ് പോകണമെന്നാണ് ആഗ്രഹം. വളരെ തീവ്രമായിട്ട് എബ്രോഡ് പോകുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ജോബിനൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു റെസ്പോൺസ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നിങ്ങളിൽ പലരും ഹോപ്പ് കൈവിട്ടു. നിങ്ങൾക്കിനി ഒരു റെസ്പോൺസ് ഒന്നും വരില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഒരു ഹോപ്പ് കൈവിട്ട സ്ഥിതിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, പക്ഷേ ഉടൻ തന്നെ താമസിയാതെ നിങ്ങളുടെ ഫാമിലിയെ വിട്ട് നിങ്ങൾ എബ്രോഡ് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അത് ജോലി സംബന്ധമായിട്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഒരു റെസ്പോൺസ്, ഒരു മെസ്സേജ്, ഒരു ഇമെയിൽ എല്ലാം വരാനുള്ള 100% സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഹാപ്പി. അപ്പോൾ അങ്ങനെയാണ്, നിങ്ങൾ ഫാമിലിയെ വിട്ട് ദൂരെ പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. എബ്രോഡ് ആയിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ തന്നെയാണ് ജോലിക്ക് ശ്രമിച്ചിരുന്നതെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തായിരിക്കില്ല നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് നിങ്ങളുടെ ഫാമിലിയെ വിട്ട് കുറച്ചൊരു ഡിസ്റ്റൻസിൽ പോയാലേ നിങ്ങളുടെ ആ ഡ്രീം ജോബ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പക്ഷേ ഇത് പോസിറ്റീവ് ആൻസർ തന്നെയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെൽ പെയ്ഡ് ആയിട്ടുള്ള, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന തരത്തിലുള്ള ഒരു ജോലി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി നമ്പർ 2 ചൂസ് ചെയ്തവർക്ക്, ആദ്യത്തെ കാർഡ് തന്നെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് വന്നത് കേട്ടോ. ഓക്കെ, 2 ഓഫ് സ്വാർഡ്സ്, 6 ഓഫ് സ്വാർഡ്സ്, ക്വീൻ ഓഫ് വാൻഡ്സ്, 5 ഓഫ് സ്വാർഡ്സ് ആൻഡ് വിഷ് ഫുൾഫിൽമെൻറ്റ്. ഇവിടെയും അതെ, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു. നിങ്ങൾക്ക് മിക്കവാറും ഒരു ജോബ് ഓഫർ വന്നു കാണും. എബ്രോഡ് ആയിരിക്കാനാണ്, അതും നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ദൂരെയാണ്. അത് മിക്കവാറും കടൽ കടന്നിട്ടുള്ള ജോബൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് അത് ജോബ് ഓഫർ വന്നതിന് ശേഷം അതവിടെ സ്റ്റക്കായി.
എന്നുള്ള, അതായത് ഇതിനി കൈവിട്ടു പോയോ എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ വന്നു. ജോബ് ഓഫർ വരികയും ചെയ്തു, പക്ഷെ അതിനുശേഷം യാതൊരു മൂവ്മെൻറ്റും ഇല്ല. ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനോ ഒന്നും ഇവർ ആവശ്യപ്പെടുന്നില്ല. വളരെ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയി, ഇത് മുന്നോട്ടാണോ പുറകോട്ടാണോ, ഹാങ്ഡായിട്ട് നിൽക്കുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾ ഓവർ സ്ട്രെസ്സായിട്ട് നിൽക്കുന്ന സമയമാണ്. പക്ഷേ അത് ഒരു അബണ്ടൻസുമായിട്ട്, ക്വീൻ ഓഫ് വോൺസ് അബണ്ടൻസിൻ്റെയും കൂടെ കാർഡാണ്. കാരണം അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഈ ക്വീൻ ഓഫ് വോൺസ് എന്ന് പറയുന്നത്. അതായത് ഒരുപാട് റിച്ചസ് നിങ്ങൾക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള അങ്ങനെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവരുടെ ഭാഗത്തു നിന്നും, അതായത് ഈ എംപ്ലോയറുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു റെസ്പോൺസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. Will they receive any message from their employer? Will they receive any message from their employer? പേജ് ഓഫ് സ്വാർഡ്സ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പേജ് എന്താണ്, മെസ്സേജാണ് അല്ലേ. പേജ് ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരുടെ ഭാഗത്തു നിന്നും ഒരു കൺഫർമേഷൻ കിട്ടുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഓവർ തിങ്കിങ് നിർത്തുക. ബാക്കിയെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഈ ചിന്തകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതൊന്ന് ശാന്തമാക്കൂ, പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻ ചെയ്യൂ, നിങ്ങൾക്കൊരു നല്ല ന്യൂസ് വരുന്നുണ്ട്. നമ്പർ 3 ചൂസ് ചെയ്തവർക്ക് ഈ കുഞ്ഞു കാർഡുകളാണ് കേട്ടോ. 10 of Cups, 2 of Cups, Empress, Page of Cups and 7 of Wands. ഇതും അത് തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജോബിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ഒരു പക്ഷേ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ജോബ് ആയിരിക്കണം. ഓക്കെ, നിങ്ങളിപ്പോൾ അറ്റ് പ്രസൻറ്റ് ചെയ്യുന്ന ജോബാണ്. നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ മാനേജറോ HR വല്ലതും തിരിഞ്ഞു നിൽക്കുമായിരുന്നു. നിങ്ങൾക്കൊരു പ്രൊമോഷൻ ഒന്നും തരാതെ, നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് കൺഫർമേഷൻ തരാതെ ഇവർ തിരിഞ്ഞു നിൽക്കുമായിരുന്നു. നിങ്ങൾ ഓൾറെഡി ജോബിലാണ്. കാരണം എംപ്രസിൻ്റെ കാർഡുണ്ട്, നിങ്ങൾ സമ്പാദിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ പ്രൂഫാണത്. അങ്ങനെ ഒരു വഴക്കോ മൂലമോ, നിങ്ങളോടുള്ള ദേഷ്യം മൂലമോ മറ്റോ നിങ്ങളുടെ മാനേജർ നിങ്ങൾക്ക് ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു ജോബ് ചേഞ്ചൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഹൈക്കോ അങ്ങനെയൊന്നും തരാതെ, ഒരു സാലറി ഹൈക്ക്, അതായത് നിങ്ങൾക്ക് യോഗ്യതയുണ്ട് പക്ഷെ മനഃപൂർവ്വം ഇവർ തരാതിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആ ജോബിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരു ജോബ് കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ, ഒരു അബണ്ടൻസ് ഒക്കെ ആ ജോബിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം 2 of Cups ആണ്. നിങ്ങളും നിങ്ങളുടെ ടോപ്പിലുള്ള പേഴ്സണുമായിട്ടുള്ള വഴക്കിന് കുറച്ചൊരു ശമനമായിട്ട് ഒരു ഹാപ്പി എൻഡിങ് അവിടെ കാണുന്നതായിട്ടാണ് കാണുന്നത്. അത് അറിയിച്ചു കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ഇമെയിലോ ഒരു മെസ്സേജോ എന്തെങ്കിലും നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പൊതുവേ ഒരു നല്ല റീഡിങ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക. മാനിഫെസ്റ്റ് ചെയ്താൽ സൂണർ ഓർ ലേറ്റർ നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായും സാധിക്കും. ഓൾ ദി ബെസ്റ്റ്.